നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി. ബി.ജെ.പി. സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾ സലാമിനാണ് മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാഹനത്തിൽ കയറാനുള്ള അനുമതി നിഷേധിച്ചത്. മതന്യൂനപക്ഷങ്ങളോട് ബി.ജെ.പിക്കുള്ള തൊട്ടുകൂടായ്മയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നതെന്ന് വിഷയത്തിൽ CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് BJP നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ റോഡ് ഷോ തുടങ്ങിയപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇരുവർക്കും പുറമെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വാഹനത്തിൽ ഇടം നേടി. എന്നാൽ നേരത്തെ ഉണ്ടാവുമെന്നറിയിച്ചിരുന്ന മലപ്പുറം BJP സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൾ സലാമിന് പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറാനുള്ള അനുമതി നിഷേധിച്ചു. ലിസ്റ്റിൽ പേരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം അനുവദിക്കാതിരുന്നതെന്ന് അബ്ദുൾ സലാം പ്രതികരിച്ചു. ഈ പ്രൈം മിനിസ്റ്റർ അക്കമ്പനി ചെയ്യുന്ന ലിസ്റ്റ് എൻ്റെ പേരുണ്ടായിരുന്നില്ല, അത് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി ചോദിച്ചൊന്നുമില്ല. ഒരാൾ എൻ്റെ ഒരു നിവേദിത വിളിച്ചപ്പോൾ നിവേദിത പറഞ്ഞ് ഇദ്ദേഹം കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ പേര് ചോദിച്ചു. പറഞ്ഞ ലിസ്റ്റിൽ പേരില്ല. അതേസമയം ന്യൂനപക്ഷങ്ങളോട് BJPക്കുള്ള തൊട്ടുകൂടായ്മയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നതെന്നും ഗവർണർ കൂടി ഇക്കാര്യം മനസ്സിലാക്കണമെന്നും വിഷയത്തിൽ CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ പൊന്നാനി സ്ഥാനാർത്ഥിയും മലപ്പുറം സ്ഥാനാർത്ഥിയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു തെറ്റായ സന്ദേശവും കൂടി കൊടുത്തു. കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ വന്നു, ആ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശം എന്താ? ഒരു മുസ്ലിം ആയതുകൊണ്ട് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല. ഇതല്ലേ കൊടുത്തത്, ഇതല്ലേ ഗുണം കിട്ടിയത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള BJP ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായാണ് പാലക്കാട്ടെ സംഭവം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.